എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. അപ്പൊ അതും പോയി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയാണ് നേരിട്ടത്. കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് അടക്കം കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. കേന്ദ്ര ബജറ്റിലെ ഒരു പ്രഖ്യാപനം കേരളത്തിന് കടലാമ സംരക്ഷണത്തിന് ഒരു കേന്ദ്രം അനുവദിക്കുമെന്നതാണ്. ധാരാളായി. ഇനിയിപ്പോ വിശപ്പുണ്ടാവുന്നുണ്ടാവില്ലോ. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുകയാണോ തന്നെ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. നാവ് വായിലിട്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നോണം. ആലപ്പുഴ വേണോ, തൃശ്ശൂർ വേണോ, എയിംസ് അതോ തലസ്ഥാനത്ത് വേണോ, കാസർഗോഡ് കഴിഞ്ഞ് പൊള്ളാച്ചി വരെ എത്തിയതാണ്. ഈ കഴിഞ്ഞ 4-ാം നാളും കേട്ടതാണ്. അയ്യോ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയേ? എയിംസ് വരും മറ്റേ മോനെ എന്നൊരു പാർലമെന്റ് അംഗത്തിന്റെ അൺപാർലമെന്ററി ഡയലോഗ്. എയിംസ് ഒരു ചുക്കുവിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഗോപി സാറെ? ഷോ കാണിച്ച വഞ്ചനാവാക്ക്. കിട്ടുന്നില്ല എന്ന് അല്ല പറയേണ്ടത്. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല, തീരെയില്ല. നാടിന്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല അച്ഛാ, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാകും. പക്ഷെ അറിയാലോ ശ്രീധരമേനോനെ. നമുക്ക് കാണാം.